വിവാഹം കഴിഞ്ഞ് കീർത്തി സുരേഷ് എത്തിയ എല്ലാ പ്രൊമോഷൻ പരിപാടിയിലും കീർത്തിയുടെ കഴുത്തിലെ മഞ്ഞച്ചരടിലായിരുന്നു ഏവരുടെയും ശ്രദ്ധ. ഈ പൊതുപരിപാടികളിലെല്ലാം കീർത്തി മംഗൾസൂത്രത്തിന് പകരം കഴുത്തിൽ മഞ്ഞ നൂൽ ധരിച്ചെത്തിയത് വെറുതെ ഷോ കാണിക്കാനാണെന്ന് പറയുന്നവരുമുണ്ടായിരുന്നു. 2024 ഡിസംബർ 12-നാണ് ആന്റണി തട്ടിലിനെ കീർത്തി സുരേഷ് വിവാഹം ചെയ്തത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ബേബി ജോണിന്റെ പ്രൊമോഷന്റെ തിരക്കിലായിരുന്നു താരം. വിവാഹത്തിന് തൊട്ടു പിന്നാലെ നിരവധി പരിപാടികളിലും താരം പങ്കെടുത്തു. ഈ പൊതുപരിപാടികളിലെല്ലാം കീർത്തി മംഗൾസൂത്രത്തിന് പകരം കഴുത്തിൽ മഞ്ഞ നൂൽ ധരിച്ചാണ് എത്തിയത്. ഇതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തുകയാണ് താരം. വിവാഹത്തിന് കെട്ടുന്ന മഞ്ഞ ചരട് ഒരു ആചാരമാണ്. ഒരു നിശ്ചിത തീയതി വരെ അത് നീക്കം ചെയ്യേണ്ടതില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതൊരു സ്വർണ്ണമാലയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ അതിന് വിവാഹശേഷമുള്ള നല്ല മുഹൂർത്തം നോക്കണം. ചിലപ്പോൾ അത് 7 ദിവസമോ 10 ദിവസമോ കഴിഞ്ഞാകും വരിക. അത്രയും ദിവസം താനിത് ധരിക്കുമെന്നാണ് കീർത്തി പറയുന്നത്. ഇത് ധരിക്കുമ്പോൾ കൂടുതൽ ഭംഗിയുള്ളതായും തനിക്ക് തോന്നുന്നുവെന്നും കീർത്തി പറയുന്നു. പരമ്പരാഗത തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരവും സമന്വയിപ്പിച്ചായിരുന്നു കീർത്തി സുരേഷിന്റെയും ആന്റണി തട്ടിലിന്റെയും വിവാഹം. ഗോവയിൽ വച്ചായിരുന്നു വിവാഹം നടന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.